പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഓൺലൈൻ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ 6ാമത്തെ ചാപ്റ്ററിൽ, അതേപോലെ അതിന് മുമ്പുള്ള ചാപ്റ്ററിലൊക്കെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പഠിച്ചു, അതേപോലെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ പഠിച്ചു. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മീൻ, മീഡിയൻ, മോഡ് എന്നിവ കാണാനും പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ അരിത്മെറ്റിക് മീൻ, ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഡിസ്പേർഷനിൽ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? മീൻ ഡീവിയേഷൻ കാണാൻ പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, റേഞ്ച്, ഇവയൊക്കെ കാണാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് റീകോൾ ചെയ്യണം. അതായത് മീൻ എങ്ങനെയാണ് കാണുന്നത്, അതേപോലെ തന്നെ പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് കാണുന്നത്, മോഡ് എങ്ങനെയാണ് കാണുന്നത് എന്ന് ഒന്ന് നോക്കി മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതായത് മീൻ കാണേണ്ട ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണേണ്ട ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം, മോഡ് കാണുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം നമുക്ക് ഇത് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാൻ ഉള്ള അധ്യായം, ചാപ്റ്റർ എന്ന് പറയുന്നത് 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ക്യൂനസ് ആൻഡ് ക്രിട്ടോസിസ് ആണ്. സ്ക്യൂനസ് ആൻഡ് ക്രിട്ടോസിസ്. അപ്പോൾ നമുക്ക് ആദ്യം സ്ക്യൂനസ് എന്താണെന്ന് നോക്കാം. സ്ക്യൂനസ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ഗ്രാഫിൻ്റെ, ഒരു 2-3 ഗ്രാഫിൻ്റെ പ്രത്യേകത നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഞാനിവിടെ 1ാമത്തെ ചിത്രത്തിൽ ഞാനൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അതിൻ്റെ മിഡിലിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് ആ പെർപെൻഡിക്കുലർ ലൈനിനെ ബേസ് ചെയ്തിട്ട് 2 വശത്തും ഒരേപോലെയാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ ആ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇടതുവശത്തുള്ളതിൻ്റെ മിറർ ഇമേജാണ് വലതുവശത്തുള്ളത്. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ലൈനിനെ അടിസ്ഥാനപ്പെടുത്തി, അതായത് മധ്യത്തിലുള്ള അല്ലെങ്കിൽ മിഡിലുള്ള ആ പെർപെൻഡിക്കുലർ ലൈനിനെ അടിസ്ഥാനപ്പെടുത്തി ഇത് 2 സൈഡും ഒരേപോലെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഒരേ ഏരിയ ആയിരിക്കും ഉള്ളത്. ഇങ്ങനെയുള്ള ഗ്രാഫിനെ പറയുന്നത് സിമ്മെട്രിക് കർവ് എന്നാണ്. സിമ്മെട്രിക് ഗ്രാഫാണിത്. ഇവിടെ 2ാമത്തെ പിക്ചർ നോക്കിക്കോളൂ. 2ാമത്തെ പിക്ചർ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ആദ്യത്തെ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞാൽ മോഡ്, 2ാമത്തത് മീഡിയം, 3ാമത്തത് മീനാണ്. അപ്പോൾ ഇവിടെ മോഡിൻ്റെ വലതുവശത്താണ് കൂടുതൽ ഏരിയ ഉള്ളത്, അല്ലെങ്കിൽ കൂടുതൽ പോയിൻറ്റ്സ്, അല്ലെങ്കിൽ ഗ്രാഫിൻ്റെ കൂടുതൽ ഭാഗം ഉള്ളത്. ഇവിടെ 2ാമത്തെ പിക്ചറിൽ മോഡിൻ്റെ വലതുവശത്താണ്, മോഡിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ ഗ്രാഫിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ഉള്ളത് അല്ലേ? അതേപോലെ തന്നെ 3ാമത്തെ പിക്ചറിലാണെങ്കിലോ മോഡിൻ്റെ ഇടതുവശത്താണ് കൂടുതൽ ഏരിയാസ് കിടക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഭാഗങ്ങൾ, ആ ഗ്രാഫിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഗ്രാഫ് നമുക്ക് നോക്കാം. ആ ഗ്രാഫിന് ഇപ്പോൾ സ്ക്യൂനസ് എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് സിമ്മട്രി ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ലാക്ക് ഓഫ് സിമ്മട്രി ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോൺ ആസ് സ്ക്യൂനസ്. അതായത് സിമ്മട്രിയുടെ അഭാവത്തിനെയാണ് സ്ക്യൂനസ് എന്ന് പറയുന്നത്. സിമ്മട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, അതിൻ്റെ മധ്യത്തിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഡ്രോ ചെയ്താൽ 2 വശത്തും ഒരേപോലെ ഉണ്ടെങ്കിലാണ് അതിനെ സിമ്മട്രി എന്ന് പറയുന്നത്. ആ സിമ്മട്രി ഇല്ലാതെ ഒരു വശത്തേക്ക്, അല്ലെങ്കിൽ ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ കൂടുതൽ ഏരിയ വ്യാപിച്ച് കിടക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്ക്യൂനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2ാമത്തെ ചിത്രത്തിലും 3ാമത്തെ ചിത്രത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 2ാമത്തെ ചിത്രം നോക്കിക്കോളൂ. 2ാമത്തെ ചിത്രത്തിൽ വലതുവശത്തേക്കാണ് കൂടുതൽ ഭാഗങ്ങളുള്ളത്. മോഡിനെയാണ് നമ്മൾ അടിസ്ഥാനമാക്കി എടുക്കുന്നത്. മോഡിൻ്റെ വലതുവശത്താണ് കൂടുതൽ ഏരിയ ഉള്ളത്. 3ാമത്തെ ഫിഗറിൽ മോഡിൻ്റെ ഇടതുവശത്ത്, 2ാമത്തെ പിക്ചറിൽ മോഡിൻ്റെ വലതുവശത്ത് അല്ലേ? ഇങ്ങനെ വരുമ്പോൾ ആ 2ാമത്തെ പിക്ചറിൽ മോഡിൻ്റെ വലതുവശത്ത് ഉള്ളത് കൊണ്ട് അതിനെ പോസിറ്റീവ്ലി സ്ക്യൂഡ് കർവ് എന്ന് പറയും, അല്ലെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഗ്രാഫ്. അവിടെ നോക്കിക്കോളൂ, മോഡിൻ്റെ വലതുവശത്താണ് മീഡിയൻ്റെ വലതുവശത്താണ് മീൻ. അപ്പോൾ ഇതൊരു സംഖ്യാരേഖ അല്ലെങ്കിൽ നമ്പർ ലൈൻ എന്ന് പരിഗണിച്ച് കഴിഞ്ഞാൽ ആദ്യം മോഡ് വരുന്നു, പിന്നെ മീഡിയം വരുന്നു, പിന്നെ മീൻ വരുന്നു. അപ്പോൾ ഏറ്റവും ചെറുതെന്താണ്? മോഡ് അല്ലേ? മോഡാണ് ഏറ്റവും ചെറുത്. മോഡിനേക്കാൾ വലുതാണ് മീഡിയനേക്കാൾ വലുതാണ് മീൻ. അപ്പോൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഗ്രാഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ മോഡിനേക്കാൾ വലുതായിരിക്കും മീഡിയനേക്കാൾ വലുതായിരിക്കും മീൻ. ഇനി 3ാമത്തെ ഗ്രാഫ് നോക്കിക്കോളൂ. മോഡിൻ്റെ ഇടതുവശത്താണ് മീഡിയൻ്റെ ഇടതുവശത്താണ് മീൻ. ഇടതുവശത്തേക്ക് പോകുന്തോറും ചെറുതാവുന്നു അല്ലേ? നമ്പർ ലൈൻ സംഖ്യാരേഖയിൽ ഇടതുവശത്ത് പോകുമ്പോൾ ചെറുതാവും. അപ്പോൾ മോഡിനേക്കാൾ ചെറുതാണ് മീഡിയനേക്കാൾ ചെറുതാണ് മീൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാഫ് എന്തായിരിക്കും? നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും.
അതാണ് ഇവിടെ പറയുന്നത്. പോസിറ്റീവ്ലി സ്ക്യൂഡും ഗ്രാഫ് 2 എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ക്യൂഡും 3 എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്നാണ് പറയുന്നത്. അതായത് ദ ഫ്രീക്വൻസി കർവ് ഈസ് സെഡ് ടു ബി പോസിറ്റീവ്ലി സ്ക്യൂഡ് ഇഫ് മോർ ഐറ്റംസ് ആർ ഫൗണ്ട് ടു ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ മോഡ്. മോഡിൻ്റെ റൈറ്റ് സൈഡിൽ കൂടുതൽ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ കർവിനെ പറയുന്നതെന്ന് പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്നാണ്. ഇൻ ദിസ് കേസ് ദ ഫ്രീക്വൻസി കർവ് വിൽ ഹാവ് എ ലോങ്ങർ ടെയിൽ ടു ദ റൈറ്റ്. അപ്പോൾ അവിടെ റൈറ്റ് സൈഡിലേക്കാണ് ടെയിൽ ഉണ്ടാകുന്നത്, വാലുണ്ടാകുന്നത്. ഈ ഗ്രാഫിൻ്റെ വാല് അല്ലെങ്കിൽ ടെയിൽ ഉണ്ടാകുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. നെഗറ്റീവ് സ്ക്യൂഡ് ആണെങ്കിൽ നെഗറ്റീവ് സ്ക്യൂഡ് ആണെങ്കിൽ അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, പോസിറ്റീവ് സ്ക്യൂഡിൻ്റെ ഗ്രാഫ് നോക്കിക്കോളൂ. മോഡിൻ്റെ റൈറ്റ് സൈഡിലാണ് കൂടുതൽ പോയിൻ്റ് ഉള്ളത്, അത് റൈറ്റ് സൈഡിലേക്കാണ് അതിൻ്റെ ടെയിൽ ഉള്ളത്. ഇനി നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിലോ ദ കർവ് ഈസ് സെഡ് ടു ബി നെഗറ്റീവ്ലി സ്ക്യൂഡ്. The frequency curve is said to be negatively skewed if more items are found to be left side of the mode. മോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കൂടുതൽ പോയിൻറ്റ്സ് അല്ലെങ്കിൽ കൂടുതൽ ഏരിയ കിടക്കുന്നെങ്കിൽ ആ കർവിനെ പറഞ്ഞത് നെഗറ്റീവ്ലി സ്ക്യൂഡാണ്. ഇവിടെ കണ്ടില്ലേ, മോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കൂടുതൽ പോയിൻറ്റ്സ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ്ലി സ്ക്യൂഡാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ മോഡിനേക്കാൾ ചെറുതാണ് മീഡിയൻ, മീഡിയനേക്കാൾ ചെറുതാണ് മീൻ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ്, മോഡ്, മീഡിയൻ ആൻഡ് മീൻ ആർ ഡിസെൻഡിങ് ഓർഡർ. അതായത് മോഡിനേക്കാൾ ചെറുതാണ് മീഡിയൻ, മീഡിയനേക്കാൾ ചെറുത് ആണ് മീൻ എന്ന് പറയുമ്പോൾ മോഡ്, മീഡിയൻ, മീൻ എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറിൽ. നേരത്തെ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഗ്രാഫിലാണെങ്കിൽ മോഡ്, മീഡിയൻ, മീൻ ആർ ഇൻ അസെൻഡിങ് ഓർഡർ. അതായത് മോഡിനേക്കാൾ വലുതാണ് മീഡിയൻ, മീഡിയനേക്കാൾ വലുതാണ് മീൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഗ്രാഫും നെഗറ്റീവ്ലി സ്ക്യൂഡ് ഗ്രാഫിൻ്റെയും പ്രത്യേകത ഇതാണ്. അപ്പോൾ സിമെട്രിക് കർവിലാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് എല്ലാം ഒരേ പോയിന്റിലായിരിക്കും. അത് ഇവിടെ നോക്കിക്കോളൂ, ഈ സിമെട്രിക് ഗ്രാഫിൽ ആദ്യത്തെ ഗ്രാഫ് സിമെട്രിക് ഗ്രാഫാണ്. അവിടെ ആ പർപ്പൻഡിക്കുലർ ലൈനിൽ തന്നെയാണ്, അതായത് അവിടെ മീൻ, മീഡിയൻ, മോഡെല്ലാം ഒരേ പോയിന്റിലാണ് കിടക്കുന്നത്. ഇനി അടുത്തത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോർ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റ Q3 മൈനസ് മീഡിയൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ മീഡിയം മൈനസ് Q1. അതേപോലെ നെഗറ്റീവ് സ്ക്യൂഡ് ആണെങ്കിൽ Q3യിൽ നിന്ന് മീഡിയം കുറച്ചതിന് ലെസ് ദാൻ മീഡിയൻ മൈനസ് Q1 ആയിരിക്കും. അത് നിങ്ങൾ ഓർത്താൽ മതി, നേരത്തെ ഓർഡർ ഓർത്താൽ മതി. അതായത് മോഡിൻ്റെ ലെഫ്റ്റ് സൈഡാണ് മീനും മീഡിയം വരുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ്ലി സ്ക്യൂഡും, മോഡിൻ്റെ റൈറ്റ് സൈഡിലാണ് മീനും മീഡിയനെല്ലാം വരുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡായിരിക്കും. ഇനി സ്ക്യൂനെസ് എങ്ങനെ മെഷർ ചെയ്യുന്നത് നോക്കാം. സ്ക്യൂനെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 3 രീതികളാണ് ഉള്ളത്. ഒന്ന് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്, രണ്ടാമത്തത് ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്, മൂന്നാമത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൂവ്മെൻറ്റ്സ്. ഈ 3 പ്രധാനപ്പെട്ട രീതികളാണ് സ്ക്യൂനെസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉള്ളത്. അതിൽ ആദ്യത്തത് നമുക്ക് നോക്കാം, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് SK എന്ന അക്ഷരം കൊണ്ടാണ്. അപ്പോൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് SK ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീനിനെ നമുക്ക് X ബാർ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ X ബാർ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സൂചിപ്പിക്കുന്ന അക്ഷരം എന്താണ്? സിഗ്മയാണ്. ഇനി നമുക്ക് പറയാൻ പറ്റും പോസിറ്റീവ് സ്ക്യൂനെസ് ഫോർ എ പോസിറ്റീവ് സ്ക്യൂനെസ് SK ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ SK ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ മീൻ മൈനസ് മോഡ് എന്ന് പറയുന്നത് 0ത്തേക്കാൾ വലുതായിരിക്കും. അപ്പോൾ എന്ത് പറയാൻ പറ്റും? മീൻ ഗ്രേറ്റർ ദാൻ മോഡായിരിക്കും. അപ്പോൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് കർവിന് എപ്പോഴും മീൻ ഗ്രേറ്റർ ദാൻ മോഡായിരിക്കും. നെഗറ്റീവ്ലി സ്ക്യൂഡ് കർവിനോ അത് SK ലെസ് ദാൻ 0 ആയിരിക്കും. എന്ന് വെച്ചാൽ മീൻ ലെസ് ദാൻ മോഡായിരിക്കും. മീൻ ലെസ് ദാൻ മോഡ്. സിമെട്രിക് കർവിനോ മീൻ ഈക്വൽ ടു മോഡായിരിക്കും. അതായത് SK ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എങ്ങനെ കാണുന്നത് നോക്കാം. അപ്പോൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ, അതായത് മീനിൻ്റെ ഇക്വേഷൻ, അതേപോലെ മോഡിൻ്റെ ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ ഒന്നും കൂടി റിവൈസ് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. കാരണം മീന് അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മോഡ് എന്ന് പറയുന്നത് എക്സിൻ്റെ വിലകൾ കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സും ഫ്രീക്വൻസിയും തന്നിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്ലാസ്സുകളും ഫ്രീക്വൻസി ഉപയോഗിച്ച് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടി ഓർമ്മിക്കണം. ഇവിടെ അതായത് ആദ്യത്തെ എക്സാമ്പിളിൽ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ഫോർ എ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈക്വൽ ടു 30, മോഡ് ഈക്വൽ ടു 26.8, വാരിയൻസ് ഈക്വൽ ടു 64, ഫൈൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. മീനും തന്നിട്ടുണ്ട്, മോഡ് തന്നിട്ടുണ്ട്, വാരിയൻസ് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ അത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അതായത് X ബാർ ഈക്വൽ ടു 30, മോഡ് ഈക്വൽ ടു 26.8,
സിഗ്മ സ്ക്വയർ ആണ്, അതായത് സിഗ്മ അല്ല നമുക്ക് തന്നിട്ടുള്ളത് സിഗ്മ സ്ക്വയർ. വാരിയൻസ് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ 64 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സിഗ്മ എന്തായിരിക്കും? അതിൻ്റെ സ്ക്വയർ റൂട്ട്, അതായത് 8 ആയിരിക്കും. ഇനി കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എസ് കെ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മോഡ് ബൈ സിഗ്മ, അതാണ് ഇക്വേഷൻ. അപ്പോൾ എന്താവും? 30 മൈനസ് 20.8/8 എന്ന് വെച്ചാൽ 0.40 കിട്ടും. ഈ 0.40 എന്ന് പറയുന്നത് പോസിറ്റീവ് സംഖ്യ ആയതുകൊണ്ട് നമുക്ക് എസ് കെ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? പോസിറ്റീവ്ലി സ്ക്യൂഡാണ്. ഇനി അടുത്ത ഇക്വേഷൻ നോക്കിക്കോളൂ. അടുത്ത ഇക്വേഷനിൽ നമുക്ക് അളവുകൾ തന്നിട്ടായിട്ട് ഫോർ എ ഗ്രൂപ്പ് ഓഫ് 20 ഐറ്റംസ്, അപ്പോൾ എന്നിൻ്റെ വില 20 എന്ന് തന്നിട്ടുണ്ട്. സിഗ്മ എക്സ് ഈക്വൽ ടു 1452, that is 1552. Sigma x square equal to 144280 and mode equal to 63.7. Obtain Carl Pearson's coefficient of skewness. അപ്പോൾ ഇവിടെ സിഗ്മ എക്സ് തന്നിട്ട് സിഗ്മ എക്സ് സ്ക്വയറും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ മീൻ കാണണം, മോഡ് കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. അപ്പോൾ അതെങ്ങനെയാണ്? ആ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാണ് കാണേണ്ടത്? അതായത് മീനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എത്ര തന്നത്? 1452, എൻ എത്ര? 20. അപ്പോൾ 1452/20, ദാറ്റ് ഈസ് 72.6 ആണ് എക്സ് ബാർ എന്ന് പറയുന്നത്. മോഡ് നമുക്ക് തന്നിട്ടുണ്ട് 63.7 തന്നിട്ടുണ്ട്. ഇനി കാണേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. അപ്പോൾ എക്സിൻ്റെ വിലക്കും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കാണുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഇത് നേരത്തെ നമ്മൾ പഠിച്ച ഇക്വേഷനാണ്, ഒന്നുകൂടി ഓർമ്മിക്കണം എല്ലാവരും. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ വില നമുക്ക് എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 144280, ദാറ്റ് ഈസ് 144280 ബൈ എൻ 20 മൈനസ് സിഗ്മ എക്സും തന്നിട്ടുണ്ട് 1452 തന്നിട്ടുണ്ട്. അപ്പോൾ 1452/20 ഹോൾ സ്ക്വയർ. ഇത് ആദ്യത്തേത് എക്സ് സ്ക്വയർ ആണ്, അതായത് സിഗ്മ എക്സ് സ്ക്വയർ ആണ്. രണ്ടാമത്തെ സിഗ്മ എക്സിൻ്റെ എന്നോട് ഹരിച്ചതിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ എത്ര കിട്ടും? അത് സിംപ്ലിഫൈ ചെയ്താൽ 44.08 കിട്ടും. അപ്പോൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എത്രയാണ്? എക്സ് കെ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മോഡ് ബൈ സിഗ്മ, ദാറ്റ് ഈസ് എക്സ് ബാർ എത്ര? 72.6 മൈനസ് മോഡ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 63.7 മൈനസ് 63.7 ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദാറ്റ് ഈസ് 44.08. അത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് -0.252 കിട്ടും. അപ്പോൾ അത് എസ് കെ എന്ന് പറയുന്നത് നെഗറ്റീവാണ്, ലെസ് ദാൻ 0 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. ഇനി അടുത്ത എക്സാമ്പിൾ എക്സിൻ്റെ വിലകൾ തന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മീൻ കാണണം, മോഡ് കാണണം, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന വിലകൾ എത്രയാണ്? 40, 62, 40, 25, 40, 34, 60 എന്ന് തന്നിട്ട്. മോഡ് എന്ന് പറയുന്നത് ഏതാനും സംഖ്യകൾ തന്നാൽ അതിൻ്റെ മോഡ് കാണാൻ എളുപ്പമാണ്, അതായത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന സംഖ്യയാണ് മോഡ്. അപ്പോൾ ഇവിടെ മോഡ് എന്ന് പറയുന്നത് 40 ആണ് കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്നത്. മോഡ് ഈക്വൽ ടു 40. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി എക്സിൻ്റെ വിലകൾ നമുക്ക് തന്നിട്ടുണ്ട് 40, 62, 40, 25, 40, 34, 60. അതിൻ്റെ എല്ലാം സ്ക്വയർ കാണണം. എക്സ് സ്ക്വയർ കാണണം, 40ൻ്റെ സ്ക്വയർ, 62ൻ്റെ സ്ക്വയർ, 40ൻ്റെ സ്ക്വയർ, 25ൻ്റെ സ്ക്വയർ, 40ൻ്റെ സ്ക്വയർ, 34ൻ്റെ സ്ക്വയർ, 60ൻ്റെ സ്ക്വയർ, അങ്ങനെ എല്ലാം കണ്ടിട്ട് അതിൻ്റെ ടോട്ടൽ കിട്ടുന്നത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. എക്സ് സ്ക്വയർ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം, ഓരോന്നും ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 14025 എന്നാണ്. അതേപോലെ എക്സ് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 301. ഞാൻ എക്സ് സ്ക്വയർ ഇവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ കണ്ടുപിടിക്കണത്. ഇനി ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു, ഇവിടെ എക്സ് ബാർ നമുക്ക് കാണുന്നത് എങ്ങനെ? എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ആണ്. സിഗ്മ എക്സ് ബാർ എത്ര കിട്ടി നമുക്ക്? സിഗ്മ എക്സ് കിട്ടിയത് 301 ആണ്. അപ്പോൾ 301/7. ഇവിടെ എത്ര വിലകളാകെ ഉള്ളതെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 1, 2, 3, 4, 5, 6, 7 വിലകൾ. അപ്പോൾ 7 ഹരിക്കേണ്ടത്, ദാറ്റ് ഈസ് 301/7, ദാറ്റ് ഈസ് 43. അതാണ് എക്സ് ബാർ. ഇനി സിഗ്മ എന്ന് പറയുന്നത് സിഗ്മ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ, നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ ഞാൻ പറഞ്ഞു 14025. അപ്പോൾ 14025/7 മൈനസ് സിഗ്മ എക്സ് 301 കിട്ടി. അപ്പോൾ 301/7 ഹോൾ സ്ക്വയർ. ഓൺ സിംപ്ലിഫിക്കേഷൻ നമുക്ക് എന്ത് കിട്ടും? 12.43 എന്ന് കിട്ടും. ഇനി മോഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്നത് 40 ആണ്. അപ്പോൾ എക്സ് ബാർ കിട്ടി,
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി, മോഡ് കിട്ടി. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ എന്ന് വെച്ചാൽ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എസ് കെ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മോഡ് ബൈ സിഗ്മ, ദാറ്റ് ഈസ് 43 മൈനസ് 40 ബൈ 12.43. 43 മൈനസ് 40 ബൈ 12.43 അത് എത്ര കിട്ടും? 0.24 കിട്ടും. അപ്പോൾ അവിടെയും പോസിറ്റീവാണ്, എസ് കെ ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ദെയർ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് നോക്കിക്കോളൂ. അടുത്തതിൽ എക്സിൻ്റെ വിലകൾ തന്നിട്ടുണ്ട്. അതായത് ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ബൈ കാൾ പിയേഴ്സൺസ് മെത്തേഡ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ ആൻഡ് കമൻറ്റ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സ്ക്യൂനെസ്. ഇവിടെ വാല്യൂ തന്നത് എക്സ് ആണ്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് ആണ്. അപ്പോൾ എക്സിൻ്റെ വിലകളും എഫിൻ്റെ വിലകളും തന്നാൽ നമ്മൾ എങ്ങനെ മോഡ് കാണുന്നത്, എങ്ങനെയാണ് മീൻ കാണുന്നത്, എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത്, അതിൻ്റെയൊക്കെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമ്മൾക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് എക്സ് ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്മ എഫ് എക്സ് ബൈ എൻ. എഫിനെ എക്സ് കൊണ്ട് ഗുണിക്കണം. അതായത് 6 × 4 12 × 7 നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. എക്സ് 6 12 18 24 30 36 42. ഇനി എഫിൻ്റെ വില എഴുതിയിട്ടുണ്ട്. എഫിൻ്റെ വില എത്ര? 4 7 9 18 15 10 3. എഫ് എക്സ് എത്രയാണ് എഴുതിയിട്ടുണ്ട്? 6 4 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 12 7 18 9 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ എഫ് എക്സ് സ്ക്വയർ ആണ് അടുത്ത കോളത്തിൽ. എന്തിനാണ് എഫ് എക്സ് സ്ക്വയർ കാണുന്നത്? നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ സിഗ്മ എഫ്. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ആകെ തുകയാണ്. ഫ്രീക്വൻസിയുടെ ആകെ തുക എന്ന് പറയുന്നത് ഇവിടെ ഫ്രീക്വൻസിയുടെ ആകെ തുക എത്രയാണ്? 66 കിട്ടും. എഫ് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 66 കിട്ടും. അപ്പോൾ സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഫിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ സമ്മേഷനാണ്. അതായത് 1638 ആണ്. 1638 ആണ് സിഗ്മ എഫ് എക്സ്. ഇനി എഫ് എക്സ് സ്ക്വയർ കാണുന്നത് എങ്ങനെ? എഫ് എക്സിനെ വീണ്ടും എക്സ് കൊണ്ട് ഗുണിക്കണം. അതായത് 24നെ 6 കൊണ്ട് ഗുണിക്കണം. അത് 144. 84 × 12. അതായത് എഫ് എക്സിനെ വീണ്ടും എക്സ് കൊണ്ട് ഗുണിച്ചാലാണ് എഫ് എക്സ് സ്ക്വയർ കിട്ടുന്നത്. അപ്പോൾ 84 × 12 1008. അങ്ങനെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ സബ്മേഷനാണ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ. അത് എത്ര കിട്ടും? 46188 കിട്ടും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 46188 ബൈ സിഗ്മ എഫ് പറഞ്ഞാൽ 66 ആണ്, ബൈ 66 മൈനസ് സിഗ്മ എഫ് എക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് 1638. അപ്പോൾ 1638 ബൈ 66 ഹോൾ സ്ക്വയർ. അത് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? 9.16 കിട്ടും. മോഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്ന വിലകളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്നത് പറഞ്ഞാൽ 18 പ്രാവശ്യം. ഫ്രീക്വൻസി 18 ഉള്ളത് ഏത് വിലയാണ്? 24. അപ്പോൾ 24 മോഡ്. ഇവിടെ മോഡ് എന്ന് പറയുന്നത് 24. ഇനി നമുക്ക് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാണാൻ പറ്റും. എസ് കെ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മോഡ് ബൈ സിഗ്മ, ദാറ്റ് ഈസ് 24.82 മൈനസ് 24 ബൈ 9.16, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.089. അവിടെയും എസ് കെ ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു ക്ലാസിൻ്റെ രൂപത്തിൽ തന്നാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ദ മന്ത്ലി ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 100 പേഴ്സൺസ് ലിവിങ് ഇൻ എ വില്ലേജ് ഈസ് അറ്റാച്ച്ഡ്. ഇൻകം നമ്പർ ഓഫ് പേഴ്സൺസ്. ഇൻകം എന്ന് പറഞ്ഞാൽ ക്ലാസ് ആയിട്ട് തന്നിട്ടുണ്ട്. 0 10 10 20 20 30 അങ്ങനെ 50 60 വരെ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പേഴ്സൺസ് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. അത് തന്നിട്ടുണ്ട് 12 18 27 20 76. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? മോഡ് കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, മീനും കാണണം. എന്നാലേ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം മോഡ് കാണണമെങ്കിൽ മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം. മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് വിച്ച് ഹാവ് ഹയസ്റ്റ് ഫ്രീക്വൻസി. അപ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് എൻ്റെ ക്ലാസ്സാണ് മോഡൽ ക്ലാസ്. അപ്പോൾ ഇവിടെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് 20 30 എന്ന ക്ലാസ്സാണ്. അപ്പോൾ 20 30 എന്ന് പറയുന്ന ക്ലാസ് മോഡൽ ക്ലാസ്. അപ്പോൾ മോഡിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? മോഡ് കാണേണ്ട ഇക്വേഷൻ മോഡ് ഈക്വൽ ടു എൽ പ്ലസ് F1 മൈനസ് F0 ബൈ 2F1 മൈനസ് F2 മൈനസ് F0 ഇൻറ്റു സി. ഇവിടെ എൽ എന്ന് പറയുന്നത് മോഡൽ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ്, അതായത് 20. F0 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസ്സിൻ്റെ ഇടതുവശത്ത് കാണുന്ന ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഇവിടെ മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 27 ആണ്. അത് F1 ആണ്. മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് F1. അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് F0. അപ്പോൾ F0 എന്ന് പറയുന്നത് 18, F1 എന്ന് പറയുന്നത് 27, F2 എന്ന് പറയുന്നത് എന്താണ്? 20. പിന്നെ സി ക്ലാസ് വിഡ്ത്ത്, അതായത് 20 30 തമ്മിലുള്ള വ്യത്യാസം. 30 20 കുറച്ച് അത്ര 10. അപ്പോൾ ക്ലാസ് വിഡ്ത്ത് 10 ആണ്. ഇനി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ
ഞാൻ ആദ്യം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ക്ലാസ് എഴുതിയിട്ടുണ്ട്, ഫ്രീക്വൻസി എഴുതിയിട്ടുണ്ട്, എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്, എഫ് എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്, എഫ് എക്സ് സ്ക്വയർ. ഇതെന്തിനാണ്? സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണണമെങ്കിൽ ഇതൊക്കെ വേണം. അപ്പോൾ ക്ലാസ് 0, 10 അതിൻ്റെ മിഡിൽ വാല്യൂ ആണ് എക്സ്. എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ മിഡിൽ വാല്യൂ. അപ്പോൾ 0, 10 നടുവിലുള്ള വില 5, 10, 20 നടുവിലുള്ള വില 15. അങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെയും മിഡിൽ വാല്യൂ ആണ് എക്സ്. ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിനെ എക്സ് കൊണ്ട് ഗുണിക്കുന്നത്, മിഡിൽ വാല്യൂ ഉണ്ട്. 12 × 5 60, 18 × 15 270. അങ്ങനെ എഫ് എക്സ് കണ്ടുപിടിച്ചു. ആ എഫ് എക്സ് കിട്ടിയതിനെ വീണ്ടും എക്സ് കൊണ്ട് ഗുണിച്ചു. അതായത് 60 × 5 300, 270 × 15 4050. അങ്ങനെ ഓരോന്നും ഗുണിച്ചു. എന്നിട്ട് അതിൻ്റെ സമ്മേഷൻ കണ്ടുപിടിച്ചു. സമ്മേഷൻ കണ്ടുപിടിക്കുമ്പോൾ എഫിൻ്റെ സമ്മേഷൻ ഫ്രീക്വൻസി സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ 100 ഇനി നമുക്ക് സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2800. സിഗ്മ എഫ് എക്സ് സ്ക്വയർ പറഞ്ഞാൽ 98300. അപ്പോൾ ആദ്യം നമുക്ക് മോഡ് കാണാം. മോഡ് കാണണമെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ ലോവർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ് L20, സി ക്ലാസ് വിഡ്ത്ത് 10, F0 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസ്സിൻ്റെ ഇടതുവശത്തുള്ളത് ഫ്രീക്വൻസി 18, 27 എന്ന് പറയുന്നത് F1 അത് മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതാ മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 27, F0 എന്ന് പറയുന്നത് 18, F2 എന്ന് പറഞ്ഞാൽ 20. അതാണ് ഇവിടെ എഴുതിയിട്ടത്. F2 എന്ന് പറഞ്ഞാൽ 20. ഇനി നമുക്ക് ആദ്യം മീൻ കാണാം. മീനിൻ്റെ ഇക്വേഷൻ സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. സിഗ്മ എഫ് എക്സ് എത്ര കിട്ടിയത്? 2800 കിട്ടി. അപ്പോൾ 2800 സിഗ്മ എഫിനാണ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയുടെ തുകയാണ്. അപ്പോൾ 100. അപ്പോൾ എത്ര കിട്ടും? 28 കിട്ടും. ഇനി മോഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഇക്വേഷൻ, നേരത്തെ ഇക്വേഷൻ L പ്ലസ് എന്താണ് ഇക്വേഷൻ? L പ്ലസ് F1 മൈനസ് F0 ബൈ 2F1 മൈനസ് F2 മൈനസ് F0 ഇൻറ്റു സി. അത് നോക്കിക്കോളൂ, എന്ത് കിട്ടും? 27 മൈനസ് 18 ബൈ 2 ഇൻറ്റു 27 മൈനസ് 18 മൈനസ് 20 ഇൻറ്റു സി. സി പറഞ്ഞാൽ 10. അപ്പോൾ എത്ര കിട്ടും? 20 പ്ലസ് 9 ഇൻറ്റു 10 ബൈ 16 കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്താൽ 25.625 കിട്ടും. ഇനി സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണേണ്ട ഇക്വേഷൻ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ഡിവിഷൻ സിഗ്മ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. നേരത്തെ സിഗ്മ എഫ് എക്സ് സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 98300. അതാണ് 98300. ക്യാപിറ്റൽ എന്നിൻ്റെ വില 100 ബൈ 100 മൈനസ് സിഗ്മ എഫ് എക്സ്. സിഗ്മ എഫ് എക്സ് എത്ര? 2800. അപ്പോൾ 2800 ബൈ എൻ എത്ര? 100 അല്ലേ? അപ്പോൾ 2800 100 കൊണ്ട് ഹരിച്ചാൽ 28 കിട്ടും. ആ 28ൻ്റെ സ്ക്വയർ അപ്പോൾ എത്ര കിട്ടും? ഈക്വൽ ടു 14.11 കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി, മീൻ കിട്ടി, മോഡും കിട്ടി. അപ്പോൾ എസ് കെ എന്താണ്? കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എസ് കെ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മോഡ് ബൈ സിഗ്മ, ദാറ്റ് ഈസ് 28 മൈനസ് 25.625 ബൈ 14.11 വിച്ച് ഈസ് ഈക്വൽ ടു 0.16832. അതെത്രയാണ്? അതെന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ സിൻസ് എസ് കെ ഗ്രേറ്റർ ദാൻ 0 ദ ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയാൻ പറ്റും. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.